എടുക്കാം. ജോയിൻ ആവണ്ടോ നോക്കാവേ. ആദ്യം അതോടെ വെക്ക്. നിങ്ങൾ ചീത്ത വെക്കുന്നു. ടി വി ഓഫ് ആക്കട്ടെ. ടി വി ഓഫ് ആക്കട്ടെ. ടി വി ഓഫ് ആക്കട്ടെ ബാബേ. മതി മതി അടച്ചു വെക്കും. മതി ഇനി കൊണ്ടുവയ്ക്കത്. അത്തേ കൊണ്ടുവയ്ക്ക. അടച്ചിട്ട് കൊണ്ടുവയ്ക്കത്. മുറിക്ക് അടച്ചു തരാം. കൊണ്ടുവയ്ക്കും. മാറി അനേക ജോയിൻ ചെയ്യുമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അഖിലേന്ദു സ്ക്രീൻ ഷെയർ ചെയ്യാമോടാ? ഓക്കെ. ഓക്കെ, നമ്മൾ പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? ഞാൻ പറഞ്ഞ പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് വരെയുള്ള ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ അല്ലേടാ? കൃഷ്ണകുമാറിന് ഓക്കെ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇനി നമ്മളിപ്പോ ഈ പറഞ്ഞ ഇത്രയും എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഓക്കെ, ഒരു സ്പെസിഫിക് പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു, എക്സിക്യൂട്ട് ചെയ്തു അല്ലേ? എനിക്കിനി ലെറ്റ്സ് സേ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത div എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഓക്കെ, div എന്ന ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം നമുക്ക്. ഈ div എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടിനെ നമ്മൾക്ക് വേറൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് റീയൂസ് ചെയ്യണം. ക്ലിയർ ആണോ? എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താണോ ആ റിസൾട്ടിനെ എനിക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചെയ്ത ഈ രീതി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ റിസൾട്ടിനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ആകെപ്പാടെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഈ ഫംഗ്ഷനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും വിളിക്കാം എന്നുള്ളത് മാത്രമാണ് അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സേ ഞാൻ ഈ പറഞ്ഞ സിനാരിയോ ആണ്. ഇപ്പോൾ div of x, y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ എനിക്ക് രണ്ടാമത് റീയൂസ് ചെയ്യണം. അതിനു വേണ്ടി ഒരു കീവേഡ് യൂസ് ചെയ്യും. ആ കീവേഡ് ആണ് റിട്ടേൺ.
ക്ലിയർ ആണോടാ? റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അതിന്. ഒരു കാര്യം ചെയ്തേ, ഫങ്ഷൻസിൽ അടുത്തൊരു ക്ലാസ് പൈത്തൺ അടുത്തൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തേ. ഫങ്ഷൻസിന്റെ അകത്തെ റിട്ടേൺ ടൈപ്പ് ഫങ്ഷൻസ് റിട്ടേൺ ടൈപ്പ് ഡോട്ട് പി വൈ. ഓക്കെ ഫൈൻ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതിക്കടാ, അഡീഷൻ എഴുതിക്കോ, ആഡ് എഴുതിക്കോ. രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ. ഇനി റിട്ടേൺ. ഓക്കെ, ഇനി വെയിറ്റ്. ഇനി അവിടെ പ്രിന്റ് കൊടുക്കരുത്, പകരം കൊടുക്കണം റിട്ടേൺ. RETURN റിട്ടേൺ. എനിക്കിവിടെ എന്താ പ്രിന്റ് ചെയ്യാനുള്ളത്? എക്സ് പ്ലസ് വൈ. ചൂടായി എക്സ് പ്ലസ് വൈ ആയി. എക്സ് പ്ലസ് വൈ. യെസ്. ഇനി താഴെ വന്നിട്ട് പ്രിന്റിൽ വന്നിട്ട് പ്രിന്റ് ബ്രാക്കറ്റ്സില് ആഡ് രണ്ട് വാല്യൂസ് പാസ് ചെയ്യും. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ അത്. ഇപ്പൊ നമുക്കത് പ്രിന്റ് ആയില്ലേ? ഒരു കാര്യം ചെയ്ത് നോക്കിയേ, ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് രണ്ട് വാല്യൂസ് പാസ് ചെയ്യാം, എന്നിട്ട് അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തേടാ. ഓക്കെ. ഇനി സം ഈക്വൽസ്. ഇനി സമ്മിനൊന്ന് പ്രിന്റ് ചെയ്തേ. റിസൾട്ട് കിട്ടിയില്ലേ? നമുക്ക് ഇങ്ങനെയും ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ള കൈൻഡ് ഓഫ് ഫങ്ഷൻസിൽ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു പാരാമീറ്ററൈസ്ഡ് അല്ലെങ്കിൽ നോൺ പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ നമുക്ക് റിട്ടേൺ ടൈപ്പിനെ പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് നമ്മൾ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതി പാസ് ചെയ്തതും ഈ റിട്ടേൺ ഉപയോഗിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ പ്രിന്റിൽ നമ്മൾ ചെയ്ത്, ഇവിടെ റിട്ടേണിൽ ചെയ്തു. ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ സം ഈക്വൽസ് എന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇനി ഇതിന് താഴെ ഒരു ഫംഗ്ഷൻ കൂടി എഴുതിയടാ. പെർഫോം ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനാണ്. പെർഫോം ആക്ഷൻ. അതിന്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് സം എന്ന് പാസ് ചെയ്യാം. സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഒരു വാല്യൂം കൂടെ പാസ് ചെയ്യാം. ജസ്റ്റ് അല്ല, വാല്യൂ അല്ല, വേറെ ഒരു വേരിയബിൾ പാസ് ചെയ്യാം. വാല്യൂ ഒരിക്കലും നമ്മൾ ഫംഗ്ഷന്റെ ഡെഫിനിഷന്റെ പാർട്ടിൽ പാസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തോളൂ, പ്രിന്റ് ചെയ്തോളൂ. പ്രിന്റ് സം മൾട്ടിപ്ലിക്കേഷൻ നമ്പർ. ഇനി പെർഫോം ആക്ഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഈ പെർഫോം ആക്ഷൻ കോൾ ചെയ്യണ്ടായോ? യെസ്, പെർഫോം ആക്ഷനെ കോൾ ചെയ്യണം. യെസ്, സം കോമ അതന്നെ, ആ സമ്മിനെ തന്നെ പാസ് ചെയ്യാം. 10 അല്ലടാ, 10ന് പകരം അവിടെ സമ്മിനെ പാസ് ചെയ്തേ. സം കോമ 5. ചെയ്ത്. യെസ്.
അപ്പൊ ഈ സം എന്ന റിസൾട്ട് ശരിക്കും ഏത് ഫംഗ്ഷനെ പെർഫോം ചെയ്തപ്പോ കിട്ടിയതാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ. അതിന്റെ റിസൾട്ടിനോട് ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ അടുത്തൊരു ഫംഗ്ഷൻ എഴുതി. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ്? റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് പ്രിന്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് മാത്രം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. ക്ലിയർ ആയോടാ? എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഫംഗ്ഷൻസും വിത്തൗട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സും ഡിഫറൻസ് എന്ന്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. കൃഷ്ണകുമാർ ക്ലിയർ ആണോടാ? ഡൗട്ട്സ് ഉണ്ടോ അതില്? നോക്കിയിട്ട് പറയൂ കേട്ടോ. ഈ റിട്ടേണിന്റെ യൂസും ഡെഫിനിഷൻ ഒന്ന് പറയോ? റിട്ടേണിന്റെ യൂസോ? റിട്ടേൺ ഈസ് ദ കീവേഡ് used to give back the result of a action that is performed within the function. കിട്ടിയായിരുന്നോ? കൃഷ്ണകുമാർ കിട്ടിയോടാ? ഞാൻ പറഞ്ഞ ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇതിന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്യടാ. ഇനി എനിക്ക് വേണ്ടത് ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്തെടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രിങ്ങിനെ എനിക്ക് റീഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ആ ലോവർ കേസായി കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺ ചെയ്യണം. ക്ലിയർ? അതിനെ ലോവർ കേസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? അതിനെ റിട്ടേൺ ചെയ്യണം. ആൻഡ് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവില് വാല്യൂ ഓക്കെ, ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവില് ഐ എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. വേർ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു യൂസറിന്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഇൻപുട്ടില് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത റിസൾട്ടിനെയാണ് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത്. ആൻഡ് ആ ഫംഗ്ഷൻ എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്നത് ആ വാല്യൂവിൽ ഐ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പ്രിന്റ് ചെയ്യണം. ക്ലിയർ ആണോടാ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കൃഷ്ണകുമാറിന് ക്ലിയർ ആണോ? ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. തിരിച്ചു വെക്കുവാവേ, ഇങ്ങനെ വെച്ചിട്ടല്ല, ഇങ്ങനെ വെച്ചിട്ടാ.
ഇത് കറക്റ്റ് ആണോ? കറക്റ്റാ, കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ടെക്സ്റ്റ് ഓഫ് വേർഡ് എന്ന ഇൻവോക്കേഷനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. കൃഷ്ണകുമാർ ചെയ്യാൻ പറ്റുന്നുണ്ടോടാ? ഇല്ല, ഞാൻ നോക്കുന്നേ ഉള്ളൂ ആദ്യത്തത്. ഓക്കെ, നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. ആദ്യത്തിൽ തന്നെ ആ തേർഡ് ലൈനും ഫോർത്ത് ലൈനും എനിക്ക് മനസ്സിലായില്ല. ഏതാടാ? അത് ഷെയർ ചെയ്ത സ്ക്രീന്. നിന്റെ ഫോർത്ത് ലൈൻ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഇതില് വരച്ചിട്ടുണ്ട്. ലൈൻ നമ്പർ 6 X:1 Y:2 എന്ന് കൊടുക്കരുത്. ഫസ്റ്റ് മിസ്റ്റേക്ക്. ലൈൻ നമ്പർ 6 ഉണ്ടായിരിക്കും X:1 കൊടുക്കരുത്, പകരം ജസ്റ്റ് 1,2 മതി. ആൻഡ് ഇവിടെ ആഡ് എന്നല്ലല്ലോ നമ്മുടെ ഫംഗ്ഷന്റെ പേര്. ഫംഗ്ഷന്റെ പേരെന്താ പറഞ്ഞേ? ആഡ് ഓഫ് X,Y. അഗെയിൻ താഴെയും സെയിം മിസ്റ്റേക്ക് ഉണ്ട്, ലൈൻ നമ്പർ 7 കറക്റ്റ് ചെയ്തേ. വേരിയബിളിനും ഫംഗ്ഷനും സെയിം നെയിം കൊടുക്കണ്ട കേട്ടോ. ലൈൻ നമ്പർ 7 സം മാറ്റിയിട്ട് sum1 എന്നെങ്കിലും നോക്കൂ. പിന്നെ X:10 Y:2 ആവശ്യമുണ്ടോ? X:10 Y:2 ആവശ്യമുണ്ടോടാ? ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് X:, Y:, എന്ന് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പൈച്ചാമിന് സജഷൻ ആയിട്ട് വരുന്നതാണ്, മൈൻഡ് ചെയ്യേണ്ടത്. അത് കുഴപ്പമില്ല, ഇങ്ങനെ വന്നാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ മിണ്ടായിരിക്കും മോളെ. X:, Y:, അങ്ങനെ വന്നാൽ കുഴപ്പമില്ല. പക്ഷെ സിന്റാക്സ് വൈസ് X:10 Y:2 നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇന്നലെ പറഞ്ഞതിൽ ലോജിക്ക് മനസ്സിലായി, ബട്ട് ഇന്ന് പറഞ്ഞതിൽ മനസ്സിലായില്ല. ഇതിന്റെ ആണോ മനസ്സിലാവാതെ? റിട്ടേണിന്റെ ആണോ മനസ്സിലാവാതെ? റിട്ടേണിന്റെ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് നമ്മുടെ ഫംഗ്ഷൻ
ഓക്കെ, അതായത് എനിക്ക് ഈ ഫംഗ്ഷന്റെ ആക്ഷൻ എന്താണോ ചെയ്യുന്നത്, ഇവിടെ അഡീഷൻ അല്ലേ, സം എന്ന് പറയുന്ന അവിടെ ഡെഫ് സം ചെയ്യുന്ന എന്താണ്, അഡീഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ ആ അഡീഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താണോ വരുന്നത്, വാട്ട് എവർ ദാറ്റ് റിസൾട്ട് ഈസ്, ആ റിസൾട്ടിനെ യൂസ് ചെയ്ത് എനിക്ക് ഇനി അടുത്തൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ അത്? നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ പെർഫോം ആക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏത് ഫംഗ്ഷനോടാണ്? ഇതാണോ? സമ്മിനോട്, സമ്മിന്റെ റിട്ടേണിനോടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അപ്പോ ഇവിടെ റിട്ടേൺ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോ അവിടെ എന്ത് റിട്ടേൺ ചെയ്തു, വാല്യൂ x+y റിസൾട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് എവിടെയും ഇത് പ്രിന്റ് ചെയ്യത്തില്ല. ഓക്കെ, ഓക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വെറുതെ റിട്ടേൺ ചെയ്ത് തരത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഗീവ് ബാക്ക് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അത് പ്രിന്റ് ചെയ്യിക്കാനാണ് നമ്മൾ എന്തെടുത്ത് പ്രിന്റ് സം ഓഫ് 1,2 അല്ലെങ്കിൽ പ്രിന്റ് സം ഓഫ് 10,2 എല്ലാം കൊടുത്തത്. ഓക്കെ ക്ലിയർ ആണോ അത്രയും? ഓക്കെ ഓക്കെ, ഇനി ഞാൻ ഡെഫ് പെർഫോം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ പെർഫോം ആക്ഷന് പാസ് ഒരു ചെയ്ത് മിനിറ്റ്, ഈ റിസൾട്ട് അല്ലേ അപ്പൊ ഇവിടെ എടുക്കത്തുള്ളൂ? ഇതെന്തോ 10 ലാസ്റ്റ് നമ്മൾ സം അല്ലേ പാസ് ചെയ്യുന്നത്? യെസ്, അപ്പോ 1, 2 രണ്ട് റിസൾട്ട് വരുമെന്നോ? അപ്പൊ ഇല്ല, സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് വാല്യൂ ആണോ അസൈൻ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ലേ, പെർഫോം അണ്ടർസ്കോർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ലേ ലൈൻ നമ്പർ 12 ലൈൻ നമ്പർ 12 ഓക്കെ, അവിടേക്ക് എത്തുമ്പോൾ കൺഫ്യൂഷൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വരെ ക്ലിയർ ആണോ? ഇവിടം വരെ ക്ലിയർ ആയി. അവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. കോൾ ചെയ്തിട്ട് ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, xy അസൈൻ ചെയ്തു. ഓക്കെ, ഇവിടെ xy അസൈൻ ചെയ്തു. എന്നിട്ട് ഒരു വേരിയബിളിലേക്ക് നമ്മൾ അതിനെ അസൈൻ ചെയ്യുന്ന റിസൾട്ടിനെ സം1 എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ കണ്ടോ? ഓക്കെ ഇനി ഈ സം1 എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് ഞാൻ പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സം1നെ ഞാൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോടാ ഞാൻ പറഞ്ഞ കാര്യം? റിപ്പീറ്റ് ചെയ്യണോ? അല്ല, പറഞ്ഞതില് ഈ രണ്ട് ലൈൻ എനിക്കിപ്പോ ഡൗട്ടായി. ഇത് രണ്ട് റിസൾട്ട് ആയിട്ടാണ് വരുന്നത്, അതായത് ഇവിടെ 3 എന്നും ഇവിടെ 12 എന്നും അങ്ങനെ വരുമോ? രണ്ട് തവണ എക്സിക്യൂട്ട് ആവും അത്. നമ്മൾക്ക് എത്ര തവണ വേണമെങ്കിലും ഫംഗ്ഷനെ വിളിക്കാമല്ലോ. അത് കമന്റ് ചെയ്തിട്ടേ ലാസ്റ്റ് വരെയും കമന്റ് ചെയ്തോ. ഒന്ന് സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തേ. 3ഉം 12ഉം പ്രിന്റ് ആയി അല്ലേ? അതായത് ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്താടാ? ഇത് ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കിയുള്ളത് ജസ്റ്റ് ഒരു നെക്സ്റ്റ് ട്രൈ എന്ന രീതിക്ക് വേറൊരു വാല്യൂ ഇൻപുട്ട് ആയിട്ട് കൊടുത്തതാണല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സം1 എന്ന് പറഞ്ഞ വാല്യൂ അത് കമന്റ് ചെയ്യണ്ട, അത് കമന്റ് ചെയ്തിട്ടോ. ഇനി ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ,
കൺട്രോൾ സെഡ് അടിച്ചോളാം. അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി എനിക്ക് വേണ്ടത് ഈ സം 1 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഒരു ഫംഗ്ഷന്റെ അകത്ത് പോയി യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്ത് അടുത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നമുക്ക് പെർഫോം ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതിന് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. എ കോമ ബി. ഓക്കെ ഫൈൻ, എ കോമ ബി കൊടുത്തോ, കുഴപ്പമില്ല. കോളം കൊടുക്കുക. റിട്ടേൺ വേണ്ട, അവിടെ പ്രിന്റ് കൊടുത്താൽ മതി, പ്രശ്നം. റിട്ടേണോ പ്രിന്റോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിന്റെ കംഫർട്ട് അനുസരിച്ച് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പ്രിന്റ് എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി പെർഫോം ആക്ഷനെ ഇൻവോക്ക് ചെയ്തേ, കോൾ ചെയ്തേ, താഴെ വന്നിട്ട് പെർഫോം അണ്ടർസ്കോർ ആക്ഷന്റെ കൂടെ ഇത്തവണ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത് സം 1 എന്ന് പറഞ്ഞ വാല്യൂ, കോമ നിനക്ക് ഇഷ്ടമുള്ള വേറൊരു വാല്യൂ, ന്യൂമറിക് വാല്യൂ പാസ് ചെയ്തോളൂ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഇനി എന്താ എന്താ ഇപ്പൊ എന്താ പ്രിന്റ് ചെയ്തത്? 24 അല്ലേ? 12 ആയിരുന്നു, 2 ആണ് പാസ് ചെയ്തത്. 12 into 2 എന്ത് റിട്ടേൺ ചെയ്തു? 24 റിട്ടേൺ ചെയ്തു. നമ്മളിവിടെ പാസ് ചെയ്ത സം 1 ആക്ച്വലി എന്തിന്, എവിടെ ഏത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വന്ന റിസൾട്ട് ആണ്? അതെ, ഈ സം 1 എന്ന് പറയുന്ന വാല്യൂ എവിടെ നിന്ന് വന്ന റിസൾട്ടാ? യെസ്, അവിടെ നിന്ന് വന്ന റിസൾട്ട്. ഈ സം 1 എന്ന് പറയുന്നത് നമ്മുടെ സം എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ആക്ഷൻ പെർഫോം ചെയ്ത ശേഷം റിട്ടേൺ ചെയ്ത വാല്യൂ ആണ് അല്ലേ? അതിനെ ഞാൻ റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കിതിനെ അഗെയിൻ റീയൂസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ക്ലിയർ ആയോ? എങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, യൂസറിന്റെ അടുത്ത് ഒരു ഇൻപുട്ട് വാങ്ങുക. ഒരു പാരാമീറ്റർ റീഡ് ചെയ്ത് അതിനെ എന്ത് ചെയ്യണം? ഒറ്റൊരു പാരാമീറ്റർ റീഡ് ചെയ്യണം എനിക്ക് അവിടെ. ആൻഡ് ആ പാരാമീറ്ററിനെ എനിക്ക് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യണം. ഇപ്പൊ എത്ര പാരാമീറ്റർ പാസ് ചെയ്യണം? ഒരു ടെക്സ്റ്റിനെ പാസ് ചെയ്ത് സ്ട്രിങ്ങിനെ എനിക്ക് എടുക്കണം. ഓക്കെ, ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിനെ എനിക്ക് പാസ് ചെയ്ത് എൻ്റെ ഫംഗ്ഷനിലേക്ക് കിട്ടണം. ആൻഡ് അതിനെന്ത് ചെയ്യണം? ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് റിട്ടേൺ ചെയ്ത് കിട്ടണം. അവിടെയാണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ ആണ് എനിക്ക് വേണ്ടത്.
കിട്ടുന്നില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്തേ, ആദ്യം ഇത് ആലോചിക്കാം. ഒരു ഫംഗ്ഷൻ, ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ്, ഗെറ്റ് എ വാല്യൂ ഫ്രം ദ യൂസർ ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ലോവർ കേസ് അല്ലേ? ഇപ്പൊ വാല്യൂ ഗെറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ എന്താണ് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതും. ഓക്കെ, പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടോ ഇല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, കുഴപ്പമില്ല. വിത്തൗട്ട് യൂസിങ് പാരാമീറ്റർ ചെയ്യണമെങ്കിൽ ചെയ്തോ, ഫൈൻ. എൻ്റർ ദ ഇൻപുട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ ഡയറക്ട്ലി വാല്യൂ എടുക്കുവാണെങ്കിൽ എ കോമ ബി എന്ന് പറഞ്ഞ മുകളിൽ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ എ കോമ ബി റിമൂവ് ചെയ്തേക്കടാ. നീ ഈ ചെയ്യുന്ന മെത്തേഡ് ശരിയാ, ഇങ്ങനെയും ചെയ്യാം. Get the value from user and convert it to lowercase and return the same. അപ്പൊ ഏത് return the same എന്ന് പറയുമ്പോൾ ഏത് കീവേഡ് യൂസ് ചെയ്യണം നമ്മള്? എന്നിട്ട് പ്രിന്റ് സി കൊടുത്താൽ പോരെ? പ്രിന്റ് സി കൊടുത്താൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുമോ? റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് കേട്ടാ കൺഫേം ചെയ്തോളൂ. റിട്ടേൺ കീവേഡ് യൂസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ റിട്ടേൺ ദ വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ റിട്ടേൺ അവിടെ നമ്മൾ കൊടുക്കേണ്ട കീവേഡ് ഏതാണ്? റിട്ടേൺ. ക്ലിയർ ആണോ? ഏത് പോയിന്റ് ലിസ്റ്റാ കിട്ടാത്തേ പറയും. റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നാണോ കൺഫ്യൂഷൻ? അതെ. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണുകയാണ് ദാറ്റ് പെർഫോം ആൻ ആക്ഷൻ ആൻഡ് റിട്ടേൺ ഇറ്റ്സ് വാല്യൂ. ഓക്കെ, പെർഫോം ആൻ ആക്ഷൻ വിത്തിൻ ദ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ ഇറ്റ്സ് വാല്യൂ എന്ന് കാണുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട കീവേഡ് ഏതാണ്? അങ്ങനെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട കീവേഡ് ഏതായിരിക്കും? റിട്ടേൺ യൂസ് ചെയ്യണം. കറക്റ്റ്. അവിടെ താഴെ വന്ന് റിട്ടേൺ കൊടുത്തേടാ. അല്ല, ഇപ്പൊ ചെയ്തത് കറക്റ്റാ. ഈ ചെയ്തത് കളയണ്ട, ഈ ചെയ്തത് കറക്റ്റാ. സീക്വൽ സി ഡോട്ട് ലോവർ കൊടുത്താലും പ്രശ്നമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് കൊടുക്കാം? റിട്ടേൺ സ്പേസ് ഏത് ആ കളർ കൊണ്ട് വേണേ ചെയ്യാം. റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്തിനെ റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ ഇറ്റ്സ് convert the string convert the text into lower case and return it എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ എന്നിട്ട് എന്താ കൊടുക്കണ്ടേ? നമ്മൾ കോൾ ചെയ്യണ്ടേ? റിട്ടേൺ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അത് ഇവിടെ വന്നു. സൗണ്ടിങ് ബ്രേക്ക് ആയിട്ടാ വരുന്നത്. ഇവിടെ നമ്മൾ ഫീ കൊടുത്ത് ഒരു ഇൻപുട്ട് കൊടുത്തു, ആ ഫീ ഇവിടെ ലോഡായി, ആ ഫീനെ ലോവർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ ഫീ അല്ലേ ഇവിടെ വരേണ്ടത്? അതെ, യെസ്, കറക്റ്റ്. ഇനി ഫംഗ്ഷനെ കോൾ ചെയ്തോ, ജസ്റ്റ് നെയിം എന്ന് കോൾ ചെയ്യാം. എന്നിട്ട് എന്നെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോളൂ. അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യടാ.
സീൻ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്? ക്രിയേറ്റ് അനദർ ഫംഗ്ഷൻ ആൻഡ് ചെക്ക് if the converted string contains I അല്ലേ? അപ്പോൾ മറ്റേ സംഭവം എല്ലാം ഒന്ന് ചെയ്യോ? ഹൈ കൊടുക്കുക, കൗണ്ട് കൊടുക്കുക, യെസ്, പിന്നെ ഇഫ് ഇട്ട് കൊടുക്കുക. ഇഫ് ഇട്ട് കൊടുക്കുക. അത് തന്നെ ലോജിക്. അത് തന്നെ. ഇവിടെയാണോടാ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ? മനസ്സിലായില്ല. ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ? താഴെ എടുക്കണം. അപ്പോൾ വൈ ഓഫ് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോ, എന്ത് പേര് കൊടുത്താലും പ്രശ്നമില്ല. ഇൻഡന്റേഷൻ ശ്രദ്ധിക്കൂ. വൈൽ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്ന ഗിഫിന്റെ ആവശ്യമുണ്ടോടാ? അതല്ല, എലമെന്റ് എടുക്കണം. ഓക്കെ, അപ്പം വൈ ഈക്വൽ ടു ഐ ആണോ എന്ന് നോക്കണം. എന്നിട്ട് ഈക്വൽ ടു ഐ പ്ലസ് 1 ആയിട്ട് പോകും. കൗണ്ട് പ്ലസ് 1. ഇവിടുത്തെ ഇൻഡന്റേഷൻ ഡൗട്ടുണ്ട്. എന്നിട്ട് പ്രിന്റ് ആയി കൊടുക്കോ? ഇൻഡന്റേഷൻ കറക്റ്റോ? y ഓഫ് i അവിടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, നോക്കിക്കേ. y സ്ക്വയർ ബ്രാക്കറ്റ്സിൽ i ഡബിൾ ഈക്വൽസ് i എന്ന് കൊടുത്തു. ഓക്കെ, അവിടെ അവിടെ കോളന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രിന്റ് ഓഫ് i. ഓക്കെ, ഇനി z നെ ഒന്ന് കോൾ ചെയ്ത് നോക്കിക്കേ. അല്ല, വെയിറ്റ് വിളിക്കാൻ പറ്റട്ടെ. ആ z റിട്ടേൺ ചെയ്യേണ്ടത് ആരെയാണ്? സോറി, z എന്ന ഫംഗ്ഷന് ആരെയാ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത്? z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരെയാ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത്? എന്തിനു കൊണ്ടുവന്നേന്ന് മനസ്സിലായില്ല എനിക്ക്. ഓക്കെ, തൊട്ട് മുന്നേ റിട്ടേൺ കൊടുത്തത് മനസ്സിലായോ? റിട്ടേൺ കൊടുത്തു, മനസ്സിലായല്ലേ? ഇനി ഞാൻ നെക്സ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ക്രിയേറ്റ് അനദർ മെത്തേഡ്
which takes the returned value as parameter. അല്ലേ? ഓക്കെ, അതായത് ഇഫഡ് ഓഫ് വൈ എന്ന രീതിക്ക് വരണമെന്ന്. അതെ, z of y എന്ന രീതിക്ക് വരണം. കറക്റ്റ്. ഇതിലെങ്ങനെ വൈ ഇഫഡിലോട്ട് കയറ്റും? എങ്ങനെയാടാ എന്നോട് ചോദിച്ചേ? അപ്പം ഈ വൈ എങ്ങനെ ഇഫഡിലോട്ട് അഫൈൻ ചെയ്യുന്നു? നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻസിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാമെന്ന് പഠിച്ചില്ലായിരുന്നോ? ഓക്കെ. അപ്പൊ ഈ സെഡിന് പാരാമീറ്റർ ആയിട്ട് വൈനെ പാസ് ചെയ്താല് നമുക്ക് വൈന്റെ വാല്യൂവിനെ ഇവിടെ ആക്സസ് ചെയ്തൂടെ? ഓക്കെ, അതായത് വൈ ഓഫ് എന്ന് വെറുതെ ഇട്ട് കൊടുക്കും ഇവിടെ. ലൈൻ നമ്പർ 26 ഡെഫ് സെഡ് എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ വൈ എന്ന് കൊടുക്കണം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ലൈൻ നമ്പർ 26 ഓക്കെ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ അകത്ത് വന്നിട്ട് വൈ എന്ന് കൊടുത്തേ. അവിടെയല്ല, ലൈൻ നമ്പർ 26. ഓക്കെ, z of y. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഇത് എടുക്കുമോ അതിന്? യെസ്, എടുക്കും. ബിക്കോസ് z ആണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്, y ആണ് നമ്മളുടെ ഇതിന്റെ പേര്, പാരാമീറ്ററിന്റെ പേര്. അതെടുക്കും. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. മറ്റേത് കമന്റ് ചെയ്തിടാന്ന്. വണ്ണ് പ്രിന്റ് ചെയ്തു അല്ലേ? ഇപ്പൊ വർക്കിംഗ് ക്ലിയർ ആയോ? ഏകദേശം. ഒന്നുകൂടെ തന്നെ ഒന്ന് നോക്കിക്കേ. ഞാൻ ഒരു 5 minutes ടൈം തരാം. ഒന്ന് നോക്കിക്കേ ഇതിന്റെ കോഡ് ഫ്ലോ എങ്ങനെയാണ് വന്നിട്ടില്ലെന്ന് ഒന്ന് ഓടിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാം എന്റെ നോക്കാവോ? ഷെയർ ചെയ്യടാ. ഞാൻ ഫോർ ലൂപ്പ് ഇട്ടാ ചെയ്തത്, പക്ഷെ എവിടേക്കോ എന്തൊക്കെ പ്രശ്നമുണ്ട്. ഫോർ IN മെസ്സേജ്. ഓക്കെ, പ്രശ്നം പറഞ്ഞുതരാം. ഇവിടം വരെ മെസ്സേജ് റിട്ടേൺ ചെയ്ത്, ഓക്കെ, അത് കഴിഞ്ഞ് ഈ മെസ്സേജ് for IN message, okay, I double equals 1, I is present, else check letter of. ഇവിടെ y എന്ന് കൊടുത്ത് ആക്സസ് ചെയ്യോടാ. ചെക്ക് ഈ y ഇവിടെ ആക്സസിബിൾ ആണോ? പകരം മെസ്സേജ് എന്ന് കൊടുത്തേ, അവിടെ MSG കൊടുത്തേ. അല്ല, മെസ്സേജ് കൊടുത്തതായിട്ട്. മെസ്സേജ് കൊടുത്തു കഴിഞ്ഞപ്പോ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നില്ല. നോട്ട് അവൈലബിൾ വന്നല്ലേ? നോട്ട് അവൈലബിൾ, പിന്നെ ഒരിടത്ത് ഐ ഈസ് പ്രസന്റ്, പിന്നെ ഐ ഉള്ളിടത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് തോന്നുന്നു 5th പൊസിഷനിൽ വരുന്നുണ്ട്. അതെന്റെ ലാസ്റ്റ് വരെ എക്സിക്യൂട്ട് ചെയ്തു. ഒരു കാര്യം ചെയ്താൽ മതി, എൽസ് പാർട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. എൽസ് പാർട്ട് വേണ്ടേ? എൽസ് പാർട്ട് വെക്കണ്ട. എൽസ് പാർട്ട് വേണമെന്ന് നിർബന്ധമില്ല. ഇല്ല, മാൻഡേറ്ററി അല്ല, ഇഫ് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, കിട്ടിയില്ലേ? കൃഷ്ണകുമാർ ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. ഇവിടുത്തെ റിട്ടേൺ ചെയ്യുന്ന വേരിയബിൾ ആണ് അടുത്ത ഫംഗ്ഷന്റെ പാരാമീറ്റർ. അത് മസ്റ്റ് ആണോ? അത് മസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ നെക്സ്റ്റ് പാരാമീറ്റർ ആയിട്ട് ആഡ് ചെയ്യാം. അതെ അതെ. അപ്പം രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഫംഗ്ഷന്റെ പാരാമീറ്റർ എന്തായാലും കോൾ ചെയ്യണം. അതെ,
അത് ആദ്യം നമ്മൾ കോൾ ചെയ്ത ശേഷമല്ലേ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നേ. ആ ഇവിടെ MSG ഈക്വൽസ് ഉണ്ട് അസൈൻ ചെയ്ത് വെച്ച ശേഷമല്ലേ നമ്മൾ വിളിക്കുന്നേ. ലൈൻ നമ്പർ 13 ടെക്സ്റ്റ് ഓഫ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഓൾറെഡി ഇൻവോക്ക് ചെയ്തു, എന്നിട്ട് മെസ്സേജ് MSG എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് ആ MSG എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ് നമ്മൾ ചെക്ക് ലെറ്റർ ഓഫ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നത്. ഫോണിൽ നോക്കാം. മിണ്ടായിരിക്കുന്നു. ഒരു ഡൗട്ടും കൂടെ. ഇപ്പം ആദ്യം ഞാൻ ഡെഫിനിഷൻ എഴുതി, അത് കഴിഞ്ഞ് എന്റെ ആക്ഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് റിട്ടേൺ ചെയ്താൽ മതിയോ? ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഇൻഡന്റേഷൻ ഒക്കെ അപ്പം മാറിക്കഴിഞ്ഞ പ്രശ്നമാണ്. ഇൻഡന്റേഷൻ അല്ല, ഇപ്പൊ ഇവിടെ വേർഡ് ഈക്വൽസ് ഇൻപുട്ട് എൻറ്റർ എ വേർഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓഫ് വേർഡ് എന്ന് വിളിക്കുന്നത് കോളിംഗ് അല്ലേ, ഫംഗ്ഷൻ കോളിംഗ് അല്ലേ. അത് ഫംഗ്ഷൻ കോളിംഗ് അല്ലേ. അല്ല ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പം ഫസ്റ്റ് ഡെഫിനിഷൻ ഞാൻ എഴുതി, നെക്സ്റ്റ് എനിക്ക് റീഡ് ചെയ്യണം ഒരു സെന്റൻസ് യൂസറിന്റെ അടുത്ത് നിന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അല്ല ഇൻപുട്ട് ടെക്സ്റ്റ് തന്നെ പേര് കൊടുക്കരുത് കേട്ടോ. ഫംഗ്ഷന്റെ പേരും ഫംഗ്ഷന്റെ വേരിയബിൾ നെയിമും വന്ന് ആംബിഗ്വിറ്റി വരും. ഇവിടെ ഞാൻ എൻ്റെ ഇത് കോൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് ഇതെനിക്ക് റിട്ടേൺ ചെയ്യണം. ഇതിന്റെ ലോവർ കേസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അത് റിട്ടേൺ ചെയ്യാൻ ഞാൻ ഈ ബ്ലോക്കിൽ തന്നെ എഴുതണോ അത് ഇൻഡന്റേഷൻ മാറ്റണോ? ഇല്ല സെയിം ഇൻഡന്റേഷനിൽ എഴുതാം. അതിന് മുന്നേ ഓക്കെ മനസ്സിലായി. ഞാൻ ചോദിച്ചത് ഇത് എപ്പോഴും ആദ്യം പഠിച്ചു കഴിഞ്ഞപ്പം ഇവിടെ റിട്ടേൺ ആദ്യം ചെയ്ത് കഴിഞ്ഞ് പിന്നല്ലേ ആക്ഷൻസ് ചെയ്ത്. ഓക്കെ കൃഷ്ണകുമാർ ക്ലിയർ ആയോടാ? ഇല്ല, ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക. കാണോ? സ്ക്രീൻ കാണാം. ഇവിടെ സം എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേരല്ലേ? ഫംഗ്ഷന്റെ പേരൊരിക്കൽ നമ്മൾ അങ്ങനെ പാസ് ചെയ്യരുത്. ഈ സം ഇവിടോട്ട് ലോഡ് ആവത്തില്ലല്ലേ? അങ്ങനെ ലോഡ് ആവത്തില്ല. ഓക്കെ, മാം ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യണേ. ഓക്കെ,
ഇവിടെ ഇപ്പൊ എന്താ എറർ വരാൻ കാരണം വേർഡ് കോൾ ചെയ്ത് റിട്ടേൺ വേർഡ് പിന്നെ മെസ്സേജ് ആ വേർഡ് എന്ന് പറഞ്ഞ കീവേഡ് ഉള്ളത് എവിടെയാണ്? നമ്മളുടെ ഇതിന്റെ അകത്താണ്, ഫംഗ്ഷന്റെ അകത്തല്ലേ വരുന്നേ? ഫംഗ്ഷന്റെ അകത്തുള്ള ഒരു വേരിയബിളിനെ നമുക്ക് ഒരിക്കലും പുറത്തേക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇനി നമുക്കൊരു പാരാമീറ്ററിന്റെ ആവശ്യമുണ്ടോ ആക്ച്വലി? ഇല്ല, ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ പ്രിന്റ് ചെയ്തത് ഓക്കെ ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ട് അല്ല സം ഈക്വൽസ് ആഡ് ഓഫ് പറഞ്ഞ് കൊടുത്തതോ ഇതും നമ്മള് പാരാമീറ്റർ കൊടുത്തിട്ടല്ലേ എടുത്തത്? ആണ്, നമ്മൾ വാല്യൂസ് അല്ലേടാ പാസ് ചെയ്തേ, ഡയറക്റ്റ് വാല്യൂ അല്ലേ, അതായത് വേരിയബിൾ അല്ലല്ലോ. ഓക്കെ, ഇതിപ്പോ വേരിയബിൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഈ മെസ്സേജിലോട്ട് ഈ ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എങ്ങനെ മെസ്സേജിലോട്ട്? ഈ MSGയിലോട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യണം. ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ പറഞ്ഞ കൺസെപ്റ്റില് ഓൾറെഡി യൂസറിന്റെ അടുത്ത് വാല്യൂ റീഡ് ചെയ്തെടുത്തു അല്ലേ? സോ ഇനി നമുക്ക് അവിടെ സെൻഡ് എന്ന പാരാമീറ്ററിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സെൻഡ് എന്ന പാരാമീറ്റർ റിമൂവ് ചെയ്തൂടെ? ഓക്കെ, മനസ്സിലായോ? യൂസറിന്റെ അടുത്ത് വാല്യൂ റീഡ് ചെയ്യാനുള്ള കൺസെപ്റ്റില് അല്ലേ? അത് നമ്മൾ ഓൾറെഡി ഫംഗ്ഷന്റെ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അഗൈൻ നമ്മളിവിടെ പാരാമീറ്റർ വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പാരാമീറ്റർ കൊടുക്കണമെന്ന് മാൻഡേറ്ററി അല്ലേ? മാൻഡേറ്ററി അല്ല. നമ്മള് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനിൽ പാരാമീറ്റർ പാസ് ചെയ്തില്ലല്ലോ. ഓക്കെ, ഇൻപുട്ട് വേണമെങ്കിലാണ് പാരാമീറ്റർ പാസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് പല തരത്തിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് വാല്യൂ യൂസറിന്റെ അടുത്ത് വാങ്ങുന്നെങ്കിൽ അങ്ങനെ വാങ്ങാം, അല്ല ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ യൂസറിന്റെ അടുത്ത് വാല്യൂ വാങ്ങുന്നെങ്കിൽ അങ്ങനെ വാങ്ങാം. അത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അൽഗോരിതമാണത്. പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻസ് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾക്കത് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത് പഠിപ്പിച്ചത്. മനസ്സിലായി. അപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ഈ വേർഡ് പാസ് ആകുമ്പോഴും എപ്പോഴും എറർ തന്നെയല്ലേ? ബിക്കോസ് ഇപ്പൊ അവിടെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് മാറിയില്ലേടാ. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ എത്ര പാരാമീറ്റർ ഉണ്ട്? ഒന്നുമില്ല. നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ഓഫ് വേർഡ് പാസ് ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുവോ? ഓക്കെ, മനസ്സിലായടാ? ഈ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻസ് ആയ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പ്രൊജക്റ്റിലേക്ക് എത്തുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിലെ ടോപ്പിക്സിലൊന്നായിരിക്കും ഇത്. ഇതിന്റെ അസൈൻമെന്റ്സ് ഞാൻ ഇടാം കേട്ടോ. പാരാമീറ്ററൈസ്ഡ്, റിട്ടേൺ, ഇത് മൂന്നും കൂടുതൽ അസൈൻമെന്റ്സ് നാളെ ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ. ഓക്കേടാ, ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ? മാം, ഞാൻ നാളെയും മൺഡേയും കാണത്തില്ലായിരിക്കും, ട്രാവലിംഗ് ആണ്. ഞാൻ റെക്കോർഡിങ്സ് ചെക്ക് ചെയ്തോളാം. ഓക്കെ, ഓക്കേടാ. താങ്ക് യു, ബൈ. താങ്ക് യു. കൃഷ്ണകുമാർ, അസൈൻമെന്റ് തരാവേ. അസൈൻമെന്റ് ചെയ്തതിന്റെ ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കേടാ, ശരി. താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു.